ഹായ്, ദേവൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സദ്യ സ്പെഷ്യൽ കുറുക്ക് കാളനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ചേനയും കായുമാണ് വേണ്ടത്. ഇത് ചേന ഒരു 1/4 കിലോ കഷ്ടിച്ചുണ്ട്, കായ ഒരെണ്ണം. അതിനെ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ചേനയും അതേപോലെ കട്ട് ചെയ്ത് ഇച്ചിരി വലിപ്പത്തിൽ സദ്യ ഈ കുറുക്ക് കാളിനൊക്കെ ചേനയും കായും ഒക്കെ ഇച്ചിരി വലിപ്പത്തിൽ വേണം കട്ട് ചെയ്യാൻ, എന്നാൽ അതിൻ്റെ ഒരു ഇത് കിട്ടത്തുള്ളൂ. അത് അപ്പോൾ ചേനയായാലും കായായാലും തീരെ കനം കുറച്ച് അരിയാതെ ഇച്ചിരി വലിപ്പത്തിൽ അരിയുക. അപ്പോൾ ഞാനിതിപ്പോൾ കൽച്ചട്ടിയിലാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് ഈ ചേനയും കായും നന്നായിട്ടൊന്ന് വേവിക്കണം. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കൽച്ചട്ടിയിലേക്ക് ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേന നന്നായിട്ട് വേവണം നമുക്ക്. അപ്പോൾ ഇത്രയും വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സമയം ഇത് വറ്റിക്കാൻ വേണ്ടി സമയം കളയേണ്ടി വരും. അപ്പം ഇതാദ്യം നമുക്ക് ചേർത്ത് കൊടുക്കാം. പോരാന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരം വെള്ളം കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഇത് വേവാനുള്ള ആവശ്യമുള്ള വെള്ളം നമുക്കിപ്പോൾ 1 കപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അടുപ്പ് കത്തിക്കാം നമുക്ക്. ഇതിലോട്ട് നമുക്കൊരു 5 പച്ചമുളക്, എരിവിന് വേണ്ടി നമ്മൾ പച്ചമുളകും കുരുമുളകുമാണ് കുറുക്ക് കളനെ നമുക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതൊരു 5 പച്ചമുളക് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കീറിയാൽ മതി, മുഴുവൻ ഇട്ടാലും കുഴപ്പമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് കീറിയിട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി 1, 2, ഒരു 4 ടീസ്പൂൺ കഷ്ടിച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മെയിനായിട്ട് കുരുമുളകും ഈ പച്ചമുളകിൻ്റെയും എരിവാണ് ഇതിന് ഹൈലൈറ്റായിട്ട് നിൽക്കേണ്ടത്. പിന്നെ കളറിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി നമുക്കൊന്ന് ഒരു 1/4 ടീസ്പൂൺ ഒന്നും ചേർത്ത് കൊടുക്കുക. കൂടുതലാവണ്ട, കാരണം ഈ പച്ചമുളകും കുരുമുളകും തന്നെയാണ് അതിൻ്റെ എരിവിനെ ബാലൻസ് ചെയ്ത് വരുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഉപ്പ് ചേർത്താൽ മതി. ഇപ്പം വേണ്ട, ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഒന്ന് തിളക്കട്ടെ. നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം. നമുക്കിത് നോക്കാം. തിളച്ചിട്ടുണ്ട്, കണ്ടോ, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു കണക്കിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് പിന്നീട് ലാസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അന്നേരം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിത് ചേന നന്നായിട്ട് വേവുന്നവരെ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇത് നമ്മൾ ചേന വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഇത് 1 തേങ്ങയുണ്ട്. കപ്പിൻ്റെ അളവിൽ പറയുകയാണെങ്കിൽ 250 ml കപ്പിൽ ഒരു 2.5 കപ്പ് തേങ്ങയുണ്ട്. 2.5 കപ്പ് തേങ്ങയോളമാണ് ചിരകി എടുത്തിരിക്കുന്നത്. തേങ്ങ ഇതിന് നന്നായിട്ട് വേണം. അപ്പോൾ അത് നമുക്ക് ജീരകവും കൂടെ ചേർത്തിട്ട് 1 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിലോട്ട് നമ്മൾ പച്ചമുളകോ മറ്റേ മുളകോ ഒന്നും ചേർക്കുന്നില്ല, കാരണം നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഒരു 4-5 പച്ചമുളകും ചേർത്തിട്ടുണ്ട്, കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്, ഒരു നുള്ള് മുളക് പൊടിയും നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തേങ്ങയും ജീരകം മാത്രം വെച്ച് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് തുറക്കാം. നോക്കൂ, നന്നായിട്ട് ഇത് ചേന പെട്ടെന്ന് നോക്കട്ടെ, കണ്ടോ ചേന വെന്തത്. ചില ചേന പക്ഷെ പെട്ടെന്ന് വേവത്തില്ല. നമുക്ക് കിട്ടുന്ന ചേന അനുസരിച്ചിരിക്കും. ഇത് പക്ഷെ പെട്ടെന്ന് വെന്തു. ഇതാ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റി പാകമായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് അപ്പോൾ ചേനയാണ് വേവുന്ന കണക്ക്, അതാണ് ഇതിൻ്റെ പാകം നോക്കേണ്ടത്. ചില ചേനയ്ക്ക് ഒത്തിരി സമയം എടുക്കും വേവാൻ വേണ്ടിയിട്ട്. ഇത് പക്ഷെ പെട്ടെന്ന് വെന്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി ഇത് തൈര് ഉടച്ചിട്ട് വെള്ളം കൂടെ ചേർത്ത് മോരാക്കിയിട്ട്
ഇതാക്കിയതാണ്. ഇത് 2 കപ്പ് തൈര് ഉടച്ചിട്ട് അതിൽ 2 കപ്പ് 250 ml കണക്കാണ് പറയുന്നത്. 2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഈ പാകത്തിനാക്കിയതാണ്. ഇനി ഇത് നമ്മൾ ഇതിലോട്ട് ഒഴിക്കുക. പുളിയുള്ള മോരെടുക്കാൻ വേണ്ടി ശ്രമിക്കുക, തൈരെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പുളി വേണം ഇതിന്, എന്നാൽ മാത്രമേ കുറുക്ക് കാളന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. 2-2.5 കപ്പ് വെള്ളം കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. തൈര് ഉടച്ച് മോരാക്കണം. അത് ഇനി വറ്റി വരണം. ഇതിനി നന്നായിട്ട് കുറുകി ഏകദേശം ഒരു പകുതിക്ക് മേളിൽ ഇത് കുറുകി വരുന്ന സമയത്താണ്, തീരെ അങ്ങ് വറ്റരുത്, പകുതിക്ക് മേളിൽ വറ്റി കുറുകി വരുന്ന സമയത്ത് നമ്മൾ തേങ്ങയും ജീരകവും കൂടെ അരച്ചതും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. ഇനി ഇതിലോട്ട് ഇതൊരു 4 തണ്ട് കറിവേപ്പിലയുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. മോര് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതായത് നല്ല മോര് നന്നായിട്ട് ചൂടാവുന്ന വരെ നമ്മൾ കൈ മാറാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അത് പിരുത്ത പോലെ വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൈ മാറാതെ ഇത് നന്നായിട്ട് ചൂടാവുന്നവരെ. അത് നന്നായിട്ട് ചൂടായി ഇതാവുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ മാറാം. ആ സമയം വരെ നമ്മൾ കൈ മാറാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈവനായിട്ട് ആ ചൂട് എല്ലായിടത്തും ആയിട്ട് മോര് പിരിഞ്ഞു പോവാതെ വരാൻ വേണ്ടിയിട്ടാണ് അത്. പിന്നെ കൽച്ചട്ടിയിലായതുകൊണ്ട് അതിന് ചൂട് കൂടുതലാണ്. അപ്പോൾ കൈ മാറാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ചൂടായി തിള വരാൻ തുടങ്ങുന്ന സമയം വരെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പുളിയുള്ള തൈര് എടുക്കാൻ പറയുന്നത് നമ്മൾ ചേർത്ത കുരുമുളകും പച്ചമുളകിൻ്റെയൊക്കെ എരിവ് ബാലൻസ് ആവുന്നത് ഈ പുളിയുള്ള തൈര്. കുറുക്ക് കാളന് പുളി വേണം. കണ്ടോ ഇത് തിളയ്ക്കാൻ തുടങ്ങിയത്? നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഈ സമയം വരെയും നമ്മൾ കൈ മാറാതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രമേ ഈ ഒഴിച്ച മോര് നമ്മൾ ആ പിരിഞ്ഞു പോകാതെ വരണം എന്നുണ്ടെങ്കിൽ നമ്മളിത് കൈ മാറാതെ ഒന്ന് തിളയ്ക്കുന്നവരെ. അത് കഴിഞ്ഞാൽ നമുക്ക് മാറാം. ഇതിനി കുറുകി വരുന്നവരെ നമ്മളുടെ കൈ ഇളക്കി കൊണ്ടിരിക്കണം എന്നൊന്നുമില്ല. അത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇതിനി ഈ മോര് ഒരു പകുതിയിലേറെ കുറുകി വേണം. അപ്പോൾ ഇത് കുറുകി വരട്ടെ. അടച്ച് വെക്കണ്ട, തുറന്ന് തന്നെ വെച്ചിട്ട് നമ്മൾ വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്, കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. ഇതൊരു പകുതി ആവട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. നോക്കൂ, നമ്മൾ ഒഴിച്ച മോര് കുറുകി വന്നിരിക്കുന്നത് കണ്ടോ? ഇത്രയും തിക്നെസ്സിൽ വന്നു. അതായത് പകുതിയിലേറെ നമ്മൾ കുറുക്കിയെടുത്ത് കഴിഞ്ഞു. ഇതാണ് പാകം. കണ്ടോ? ഇനി നമ്മൾ തേങ്ങയും കൂടെ ചേർക്കുമ്പോൾ നല്ല തിക്കായിട്ട് വരും. കുറുക്ക് കാളൻ എന്ന് പറയുന്നത് നല്ല തിക്കാണ്. എടുത്ത് നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കും, അതുപോലെ ഒലിച്ചു പോകുന്ന ടൈപ്പല്ല. അപ്പോൾ ഇതാണ് പാകം. അപ്പോൾ ഇതിലോട്ട് നമുക്കിപ്പം 1 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതേപോലെ 1 സ്പൂണ് ശർക്കര. ഇത് ഈ ശർക്കര ചേർത്ത് കൊടുക്കുന്നത് എരിവും പുളിയും, ഈ മോരിൻ്റെ പുളിയും എരിവും ഒക്കെ ബാലൻസായിട്ട് ഒന്ന് വരാൻ വേണ്ടിയിട്ടാണ്. താല്പര്യമില്ലാത്തവർക്ക് ചേർക്കേണ്ട, പക്ഷേ അത് ചേർക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് വരുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ആ നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു മണമാണ് നമ്മുടെ കാളന്. മണം മാത്രമല്ല, നല്ലൊരു ടേസ്റ്റും കൂടെയാണ്. അപ്പം കഷ്ണം വെന്ത് കഴിഞ്ഞ ഉടനെ വേണമെങ്കിലും ചേർക്കാൻ, ചിലവർ ആദ്യമേ നെയ്യ് ചേർക്കുന്നവരുണ്ട്. ഞാൻ പക്ഷേ ഈ സ്റ്റേജിലാണ് നെയ്യ് ചേർക്കുന്നത്. നന്നായിട്ട് യോജിപ്പിച്ച് വന്നിട്ട് ഇതിലോട്ട് നമുക്ക് അരച്ച തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടോ? തിക്കായിട്ട് വന്ന് കണ്ടോ? ഇതാണ് പാകം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം.
ഞാൻ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചേർത്തിട്ട് ഒരുപാട് സമയം നമ്മളിട്ടങ്ങ് തിളപ്പിക്കണ്ട. എനിക്ക് കൽച്ചട്ടിയും കൂടെ ആയതുകൊണ്ട് ഇതിൽ ചൂട് നമ്മൾ ഓഫ് ചെയ്താലും ഒത്തിരി സമയം നിൽക്കും. തിളച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഞാൻ ഓഫ് ചെയ്യണം. ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് 2 മിനിറ്റ് മാക്സിമം. അതിലപ്പുറം തേങ്ങ കിടന്ന് തിളച്ച് ഇതാവരുത്. 1-2 മിനിറ്റോ മതി. ഞാൻ എന്തായാലും തീ ഓഫ് ചെയ്തു, കാരണം കൽച്ചട്ടിക്ക് ഓൾറെഡി നല്ല ചൂടാണ്. കണ്ടോ, ഞാൻ തീ ഓഫ് ചെയ്തിട്ടും അത് തിളയ്ക്കുന്നത് കണ്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്തു. സാധാരണ പാത്രത്തിൽ നോൺ സ്റ്റിക്കിലോ അല്ലെങ്കിൽ ചട്ടിയിലും ചൂട് ഇതേപോലെ തന്നെ കാണും. സാധാരണ സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രത്തിലോ വെക്കുകയാണെങ്കിൽ 1 മിനിറ്റ് തൊട്ട് 2 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് ചൂടായി തിളച്ച് ഒരുപാട് ഇതാവരുത്. ഈ സമയത്ത് കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് വാങ്ങി വയ്ക്കാം. എന്നിട്ട് ഇതിലോട്ട് കടുക് താളിച്ച് ചേർക്കണം. കടുക് താളിച്ചൊഴിക്കാൻ ഞാനൊരു 2 സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഇതിൽ ചേർക്കണം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു 2 ടീസ്പൂൺ കടുക് താളിച്ച് ഞാൻ ചേർക്കുകയാണ്. കടുക് ചേർക്കുകയാണ്. ചുവന്ന മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തോട്ട് നമുക്കതൊന്ന് ഇനി ഒരു ടിപ്പും കൂടെ ഉണ്ട്. ഇനി ലാസ്റ്റ് നമ്മൾ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതിന് 1 ടീസ്പൂൺ കഷ്ടിച്ച് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുക. അതിലോട്ട് നെയ്യ് ചൂടായ ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ഇതിലോട്ട് കണ്ടോ ചൂടായി. ഇനി നമ്മൾ ഈ കാളനിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി കാളൻ ഇതാ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല സൂപ്പർ. ഇത് ഈ ചട്ടിയിൽ ഇരിക്കുന്നവരെ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നല്ല തിക്കായിട്ട് തന്നെ കാണും. ഇപ്പം തന്നെ തിക്കായിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ആ നെയ്യും കൂടി ചേർക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റും മണവും കൂടെയാണ്. അപ്പോൾ എല്ലാവരും ഈ കുറുക്ക് കളൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.